ദേശാന് പുറത്തു പോവുകയല്ല, ഞാൻ രാജിവെച്ച് പോവുകയാണ്. തെറ്റിദ്ധരിക്കണ്ടേ, പുറത്തു പോയെന്നൊന്നും ഇരിക്കുന്നത്. ഒരു തവണ ടേം 2 കൊല്ലം കഴിഞ്ഞു, എനിക്കൊരു പണിയുമില്ല. അപ്പോൾ എനിക്ക് ഒരു കൺസൾട്ടൻ്റ് എവിടെയാണ് പ്രവർത്തിക്കേണ്ടത്? ആദ്യം നമ്മൾ പ്രവർത്തിക്കേണ്ടത് മോർണിംഗ് മീറ്റിങ്ങിലാണ്, അല്ലേ? അല്ല, പിന്നെ താങ്കളോട് ഞാൻ അല്ലാതെ എനിക്ക് വലിയ മുഖ്യപത്രാധിപർ എന്ന് പറഞ്ഞ് ദൈനംദിന പത്രത്തിൻ്റെ വരണ്ടയിൽ ഒരു കൺസൾട്ടേഷനും ഇല്ല എന്നൊരു ജോലി താങ്കൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല. അപ്പം ഞാനത് പാർട്ടിക്ക് കത്തെഴുതി. എനിക്ക് ഇതില്ലെങ്കിൽ എനിക്ക് പറയണം, എൻ്റെ ജോബ് പ്രൊഫൈൽ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ സഖാ പിണറായി പിന്നെ ദക്ഷിണാമൂർത്തിയും പാർട്ടിയുടെ ഇതായുള്ള കമ്മിറ്റിയിൽ പ്രഭാവർമ്മയുണ്ട്. അന്ന് PM മനോജ് ജൂനിയറാണ്. അയാൾ ഇത്ര ഈ പറയുന്ന പോലെ പൊസിഷനൊന്നും അദ്ദേഹത്തിന് എനിക്ക് ഇലക്ട്രിസിറ്റി മന്ത്രിയുടെ PA ആയിരിക്കും അറിയാം. ഏത് PM മനോജിനെ വിളിച്ചിട്ടൊക്കെ അതൊക്കെ, അല്ലാതെ എനിക്കറിയില്ല PM മനോജിനെ ഒന്നും. അപ്പോൾ ഇവരെ വിളിച്ചിട്ട് തീരുമാനമുണ്ടാക്കുകയാണ്, മാധവൻകുട്ടി നാളെ മുതൽ എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ ഉണ്ടാവണം. പിന്നീട് എനിക്ക് എഴുതാനുള്ള അവസരം വേണം. മാധ്യമപ്രവർത്തനം എഴുത്തിൻ്റെയാണ്, അല്ലാണ്ട് ഇരുന്ന് വെറുതെ അവിടെ ഇവിടെ ഇരിക്കലല്ല. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എഴുത്തില്ല, അല്ലെങ്കിൽ അവൻ്റെ ഭാഷയില്ല. ഇപ്പോൾ ചാനലാണെങ്കിൽ പറച്ചിൽ, ഭാഷയില്ലാത്ത എന്ത് എഡിറ്റർ കൺസൾട്ടൻ്റാണ്. അപ്പോൾ അത് ഞാൻ ഉന്നയിച്ചു. എനിക്ക് വേണ്ടി ഒരു കോളം, ആ ഒരു പേര് ഞാൻ തന്നെ നിശ്ചയിച്ചു, ചുറ്റുവട്ടം. അപ്പോൾ എനിക്ക് സ്വതന്ത്രമായിട്ട്, അത് ഞാൻ വിചാരിച്ചു വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും. ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ അതിനകത്ത് വരുന്ന ഈ സ്ഥിരം ഈ അച്ചടിച്ച എന്താ ഗോവിന്ദൻ മാഷോട് പറയുന്ന സിദ്ധാന്തവും PM മനോജിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറം ഇതിലേക്ക് പോകാൻ ഒരുപക്ഷെ എൻ്റെ അറിവും എൻ്റെ പരിചയവും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെളിച്ചം കടക്കും എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് കടന്നു. മൂന്നോ നാലോ തവണ ചുറ്റുവട്ടം അടിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് VS അന്ന് ശത്രുപക്ഷത്താണ്. VSന് ദേശാഭിമാനിയിൽ എഴുതണം എന്ന് പറഞ്ഞ് എൻ്റെ കോളം നിർത്തി. അപ്പോൾ ഇവരുടെയൊക്കെ VS വിടാത്തതും ഈ ഇതിനകത്തുള്ള ഈ പിണറായി ക്യാമ്പിലുള്ള ഉപജാപ സംഘം ഉണ്ടല്ലോ, അവരൊരിക്കലും ഞാൻ വരുന്നത് സ്വാഗതം ചെയ്യില്ല. കാരണം അതിൻ്റെ ഒരു ചുറ്റുവട്ടം ഇങ്ങനെ ഉപജാപ സംഘങ്ങളാണ്. ഒരു PM മനോജിൻ്റെ കൂടെ അത് ഞാൻ നോക്കിയിട്ടില്ല. ഞാനത് VSനൊന്നും ചോദിച്ചിട്ടല്ല, VSനെ അവർ ഉപയോഗിച്ച് എനിക്കത് അത്ര വലിയ. ഇപ്പോൾ താങ്കൾ ഇത് ചോദിച്ചതിൽ സത്യം പറയാതിരുന്നാൽ ഉണ്ടാകുന്ന ആളുകൾ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അതും നിന്നു. അപ്പോഴേക്കും 1 കൊല്ലം 1.5 കൊല്ലമായി. 2ാമത്തെ കൊല്ലം ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കും പ്രഭാവർമ്മയ്ക്കും ഒരു ശമ്പള വർധനയോടുകൂടി 1 തവണ കൂടി കോൺട്രാക്റ്റ് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള കണ്ടൻറ്റ്, അതായത് കണ്ടൻറ്റ് ക്രിയേഷനിൽ എനിക്ക് പങ്കില്ല. പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ നോക്കും. ഞാൻ ചെയ്തിരുന്നതാണ് ജോലി. രാവിലെയും എല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം ഇതാണ് എൻ്റെ കണ്ണിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ഒരു നോട്ട്. ആർക്കായിരുന്നു ആരായിരുന്നു? അന്ന് പരമേശ്വരനില്ല, അന്ന് PM മനോജ് തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. ദക്ഷിണാമൂർത്തി സാറ് വരാറില്ല. കോഴിക്കോട് നിന്ന് എന്തൊക്കെ വിളിച്ചു ചോദിക്കും, ഇദ്ദേഹം തന്നെ തീരുമാനിക്കുന്നതാണ്. അന്ന് ഇവരും വളരെ എളുപ്പമായിരുന്നു പത്രപ്രവർത്തനം. പിന്നെ RS ബാബുവാണ്. അദ്ദേഹം ഒരു തരത്തിലുള്ള റിപ്പോർട്ടിങ്ങിനും ഇറക്കില്ല. അതാണ് എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് രസമുള്ള കാര്യം. ഞാൻ എല്ലാ പത്ര മീറ്റിങ്ങിലെയും പോലെ ഓരോ കാര്യങ്ങൾ, ഓരോ സ്റ്റോറി ഐഡിയാസ് ഡിസ്കസ് ചെയ്ത ശേഷം അത് RS ബാബു ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കും, ഇത് RS ബാബു ചെയ്യണമെന്ന് ഒരാൾ പറയുക. ഇതുവരെ ധൈര്യം വന്നിട്ടില്ല ആർക്കും ഒന്നും പറയാൻ. അധികം മാനസപുത്രനാണ് പിണറായിയുടെയും ബേബിയുടെയൊക്കെ. അപ്പോൾ ഞാനങ്ങനെ കണ്ടില്ല. ഞാനവിടെ ഇരുന്നപ്പോൾ എൻ്റെ എല്ലാ റിപ്പോർട്ടർമാരും വർഷങ്ങളോളം ചെയ്തിരുന്ന സ്റ്റോറി ഐഡിയ ഇതാണെന്ന് എഗ്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യാൻ ബ്യൂറോ ചീഫ് തന്നെ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. ചെയ്യുന്ന വെച്ചാൽ അവരിതിന് അന്താളിക്കുക, അങ്ങനെയല്ല അതിൻ്റെ അത്രയുള്ള സിസ്റ്റം. നിങ്ങൾക്കത് പോയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പാർട്ടി അച്ചടക്കത്തിൽ നടക്കുന്നതൊക്കെ വേറൊരു വിധത്തിലാണ്. പക്ഷേ എനിക്കതറിയില്ല എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ എനിക്ക് പുതുതായിരുന്നു. സത്യം അത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഇടത്തട്ടയുടെ കൂടെ അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ, മറ്റു പത്രങ്ങളിലും അല്ല, ഒരു ഇടതുപക്ഷ പത്രത്തിലൊന്നും അങ്ങനെയല്ല. നമ്മൾ ഈ പറയുന്ന പോലെ ബുദ്ധി പരസ്പരം കൈമാറി നമ്മളുടെ മൊത്തം ഇതിന് ഇല്ല, അങ്ങനെയും പോയില്ല. അപ്പോഴും ഞാൻ നിന്നപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ച് 2 കാര്യങ്ങൾ ഞാൻ 2ാമത്തെ ടേം തുടങ്ങിയപ്പോൾ ഞാൻ പ്ലാൻ ഇട്ടു. ഇവർക്ക് എന്നെ വാർത്താ സംബന്ധമായും അഭിപ്രായമായിട്ടൊന്നും വേണ്ട. എനിക്ക് ഈ കുറച്ച് രൂപയും ഒരു മുറി ഇതും ഒരു റീഹാബിലിറ്റേഷനും എന്തോ. പിന്നെ നമ്മളുടെ കൂടെ നിന്നയാളെ
എന്താ അതിനു വേണ്ടി ഒരു പ്രത്യുപകാരം ചെയ്യുന്നല്ലോ. എനിക്ക് പ്രത്യുപകാരമൊന്നും വേണ്ട, എനിക്ക് വേണ്ട അംഗീകാരമാണ്. അതെ അതെ, ചെറിയ ഫിലിപ്പ് എന്നൊക്കെ പറഞ്ഞു. അതെ അതെ, ആ ലെവലിലേക്ക് അങ്ങനെയാണെന്ന് അനുഭവിച്ചിട്ട് ശരിയാണ്. അതിൻ്റെ ഒരു തീരുമാനം കറക്റ്റ്. പക്ഷെ ഞാൻ ചെറിയ ഫിലിപ്പ് അല്ല, അതാണ് വ്യത്യാസം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ രണ്ടാമത്തെ കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ 2 കാര്യങ്ങൾ ആലോചിച്ചു. അതിപ്പോൾ പറയുന്നത് ഇപ്പോഴും ദേശാഭിമാനി സുഹൃത്തുക്കൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒന്ന് ഞാൻ പറഞ്ഞു, കേരളത്തിലെ തൊഴിലാളി സമരങ്ങളുടെ ചരിത്രം വേറെ ഒരു പത്രത്തിലുമില്ല, വന്നിട്ടില്ല. ബീഡി തൊഴിലാളി കണ്ണൂരിലോ അല്ലെങ്കിൽ പയ്യന്നൂരോ ബാലുശ്ശേരിയിലോ ചെറിയ സമരം പോലും ദേശാഭിമാനി തുടക്കം മുതൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അന്ന് ഡിജിറ്റൈസേഷൻ തുടങ്ങുന്ന കാലമാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ കേരളത്തിലെ തൊഴിലാളി സമരങ്ങളുടെ ചരിത്രം ഒരു ഡിജിറ്റൽ ആർക്കൈവായി നമുക്കുണ്ടാക്കിയിട്ട് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് കൊടുക്കാം. ഈ പദ്ധതി ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ കൊടുത്തത് കൊണ്ടാകണം മറ്റു വലിയ പദ്ധതികളൊക്കെ അവർ നടപ്പാക്കുന്നുണ്ട്, വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ചിലർ പ്രസംഗിക്കാൻ എന്നെ വിളിക്കുന്നുണ്ട്, അതില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പദ്ധതി ഞാൻ പറഞ്ഞത് ദേശാഭിമാനിക്ക് മാത്രമായുള്ള മാധ്യമ പ്രവർത്തന സ്കൂൾ, ഇന്റേണൽ സ്കൂൾ. ഇതിപ്പോൾ ചെറിയ ഞാൻ 1-2 കൊല്ലം അതിൻ്റെ ഭാഗമൊക്കെയായി എന്തായാലും ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുകയോ വിലയിരുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഇതിലേക്കും പാർട്ടി കമ്മിറ്റിയിൽ കൂടി വരുന്ന ഒരാൾ വരുന്നു, ചിലപ്പോൾ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. പലരെക്കുറിച്ചും അതൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എഡിറ്റർ വരെ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ വന്നതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതറിയില്ലായിരുന്നു. ഞാനപ്പോൾ അത് വെറും വർത്തമാനം പറയലല്ല, എഴുതി കൊടുക്കും. ഞാൻ ഈ പറയുന്നതിൻ്റെ ധൈര്യം എന്താണെന്ന് രാജ്യത്തിന് അറിയാമോ? ദേശാഭിമാനിയിൽ കയറിയ നിമിഷം മുതൽ എല്ലാ മാസവും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ ആവശ്യപ്പെടുന്ന പോലെ എൻ്റെ വർക്ക് റിപ്പോർട്ട് സഖാവ് പിണറായി വിജയന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് നശിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖയിലുണ്ട്, അതിൻ്റെ പ്രതി എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായല്ലോ? അതിലൂടെ ഒന്ന് കൊഴുപ്പിക്കാനല്ല ഈ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്കും ഇടതുപക്ഷത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഈ 2 പദ്ധതികളിൽ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം, അതിൻ്റെ തുടക്കം പോലെ ഞാൻ ആദ്യത്തെ ഒരു ലിസ്റ്റ് അതിന് ചാർജ് ഞാൻ ഏറ്റെടുത്തു. അവർ റിക്ട് ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ പലതരത്തിലുള്ള അടൂർ ഗോപാലകൃഷ്ണൻ, മ്യൂസീഷ്യൻസ്, ഇവരെല്ലാം പരിചയപ്പെടുത്തുന്ന വെച്ചാൽ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരൻ ഛർദ്ദിക്കുന്നത് എടുത്ത് കൊടുക്കലും അതിനെപ്പറ്റി ടിപ്പണി എഴുതി മയക്കും കൊണ്ട് പിന്നാലെ നടക്കലും അല്ല. അപ്പോൾ സാഹിത്യം, സംസ്കാരം, സാമ്പത്തികം ഇങ്ങനെയുള്ളവരുടെ ഒരു പാനൽ ഉണ്ടാക്കി അവരുടെ ക്ലാസ്സുകളാക്കി ഇത് മാറ്റി. അപ്പോൾ 1 കൊല്ലമോ 2 കൊല്ലമോ നടന്നിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ രേഖകളുണ്ട്. അതൊന്നും ഇനിയിപ്പോൾ പറയേണ്ട കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ അർദ്ധ മനസ്സോടുകൂടി. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം താങ്കൾ നടത്തിയിട്ടുമല്ലേ? മംഗളം അങ്ങനെ എന്തോ ഉണ്ട്, സ്കൂൾ നടത്തിയിരുന്നു. ഞാൻ ആ അർത്ഥത്തിലല്ല, അങ്ങനെ വ്യാപകമായിട്ടല്ല. നമ്മൾ റിക്രൂട്ട്മെൻറ്റിലും ഇതിലും ഒരു ശാസ്ത്രീയമായ ഇടതുപക്ഷക്കാരെ കൊണ്ട് തന്നെ നല്ല ഗുണമുള്ള ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ, ഗുണമില്ലാത്തവർക്ക് വരാൻ പറ്റുന്ന സ്ഥലമല്ല ദേശാഭിമാനി. വേറെ ഏതെങ്കിലും ഏരിയ കമ്മിറ്റിയുടെ മകൾക്ക് വേറെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ദേശാഭിമാനി പോട്ടെ, BA പാസ്സായി, MA പാസ്സായി, അതുപോരാ. നമുക്ക് ദേശാഭിമാനിയുടെ പത്രത്തിൻ്റെ അഭിമാനമുണ്ട്, P കൃഷ്ണപിള്ളയും EMS-ഉം ഒക്കെയല്ല. അപ്പോൾ അതുകൊണ്ട് അത് മുൻകൈ നടന്നില്ല. പിന്നെ അതിൻ്റെ ശുപാർശ സമ്പ്രദായമാണ് ഈ പാർട്ടിയിൽ, ശുപാർശ സമ്പ്രദായമാണ്. അധികാരത്തിലും പാർട്ടിയിലും ശുപാർശ സമ്പ്രദായം ഉണ്ടായാൽ എങ്ങനെയാണ് പാർട്ടി വളരുക? അങ്ങനെ അത് രണ്ടാമത്തെയും കഴിഞ്ഞു. അപ്പോഴേക്കും 2 ടേം തീരാറായി. അപ്പോൾ അന്ന് കോടിയേരിയാണ്. അപ്പോഴേക്കും അപ്പം കോടിയേരിയാണ്. അപ്പോൾ മന്ത്രിസഭ ആയിട്ടില്ല, അത് ഇലക്ഷൻ ആയിട്ടില്ല. ഇലക്ഷൻ തൊട്ട് അല്ലേ ആ കാലഘട്ടം എനിക്ക് കൃത്യമായി അടുക്കും തോറും എൻ്റെ ഓർമ്മ മങ്ങുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കോടിയേരി ഞാൻ നല്ല ബന്ധമാണ് കോടിയേരിയായിട്ട്. നല്ല വീണ്ടും വളരെ വളരെ പിണറായിയുമായിട്ടാണ്. എനിക്ക് പിണറായിയെ പറ്റിയും ഇല്ല വ്യക്തിപരമായിട്ട്. എന്ത് വ്യക്തിപരമായിട്ട് പറയാനാണ് സഖാവിനെ പറ്റി? എനിക്കൊന്നുമില്ലല്ലോ. എനിക്ക് എന്താ കോടിയേരിയായിട്ട് ഞാൻ അന്ന് കോടിയേരിയാണ്. അന്ന് മുഖ്യമന്ത്രി, അന്ന് പിണറായി മുഖ്യമന്ത്രിയല്ല ആ കാലഘട്ടം, പീരീഡ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പം തോന്നി. വെച്ചാൽ പിണറായി ആണ് എന്നെ ഫൈറ്റ് ചെയ്ത് ദേശാഭിമാനിലേക്ക് കൊണ്ടുവന്നത്, അത് സംശയമില്ല കാര്യത്തിൽ. ഫൈറ്റ് ചെയ്ത് പിണറായി ചെയ്തപ്പോൾ ഞാൻ അത്തവണ കോടിയേരിയെ കണ്ട്
അപ്പോൾ എനിക്ക് എന്തൊക്കെയോ കോടിയേരിയുടെ കാലഘട്ടത്തിൽ ഒരു സമ്മാനം അവാർഡ് തരികയൊക്കെ എന്തോ പാർട്ടിയുടെ പേര് ഈ കരായി രാജൻ, ഞാൻ മറക്കില്ല, കരായി രാജൻ ഇപ്പോൾ MLA ആണ്, വളരെ. അപ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരു സഹകരണ സ്ഥാപനത്തിൽ ഒരു മാധ്യമ പുരസ്കാരം. ഞാൻ പറഞ്ഞു ഇത് ദേശാഭിമാനിയുടെ കൺസൾട്ടൻറ്റിന് ദേശാഭിമാനി സഹകരണ സംഘത്തിൻ്റെ അവാർഡ് മേടിക്കുന്നത്. ഞാൻ പറഞ്ഞു സാരമില്ലെങ്കിലും പാർട്ടിയുടെ ഒരു അഭിമാനമായിട്ട് കണ്ട് ഞാനത് പോയതൊക്കെ എനിക്ക് ഓർമ്മിക്കുന്നു. കോടിയേരിയാണ് അധ്യക്ഷൻ, ഞാൻ സ്വീകരിക്കുന്നു കോടിയേരിയിൽ നിന്ന്. അപ്പോൾ ഞാൻ കോടിയേരി ചെന്ന് പറഞ്ഞു, പിണറായി മീഡിയ സെമിനാർ നമ്മൾ പ്രസംഗിക്കണം. അതെ അതുവരെ പറയണം, അത് തന്നെ ഒരു മഴക്കാലത്ത്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇത് രണ്ടാമത്തെ ടേമിന് ആവശ്യക്കുന്നതിന് മുൻപ് അതും വേണ്ടി ഞാൻ ഭാര്യയോട് പറഞ്ഞില്ല. കാരണം അവർക്കിത് ഇതെന്താണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു ധാരണ ഉണ്ടാവും. ഇങ്ങനെ ചോദിച്ചാൽ ഒരു മനസാക്ഷിയുടെ വിളി മാത്രം. നമ്മൾ ഗാന്ധിയൊന്നും അല്ലല്ലോ, ജീവിക്കാൻ നമുക്ക് ആരും പശുവും ആട്ടുപാലും അതൊന്നും ഇല്ല, നമുക്ക് കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞില്ല. അപ്പോൾ അവർക്ക് വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ, മകനോടും പറഞ്ഞില്ല. അപ്പോഴേക്കും അവൻ ഒരു ജോലിയൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കോടിയേരി ചെന്നിട്ട് 1 to 1 പറഞ്ഞു, എനിക്ക് തുടരണം എന്ന് ആഗ്രഹമില്ല. അപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വർക്ക് റിപ്പോർട്ടുകളൊക്കെ പാർട്ടിയുടെ കയ്യിലുണ്ട്, അതിൽ ദേശാഭിമാനിയുടെ അവസ്ഥയുമുണ്ട്, ഈ പറയുന്ന ആളുകളെ പറ്റിയുള്ള അതിനകത്തുള്ള ചേരിപ്പോരും അപ്പോൾ അതൊക്കെ ഉണ്ട്. എനിക്ക് ആവർത്തിക്കാൻ വയ്യ. സഖാവ് സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സഖാവ് ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ സഖാവിന് നോക്കാം. അപ്പോൾ വളരെ വിഷമത്തോടുകൂടി എന്താ മാധവൻകുട്ടി നിങ്ങൾക്ക് ഒരു വേറെ ബുദ്ധിമുട്ട് പറയാം എനിക്ക് അതുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ രണ്ടാമത്തെ ടേം തീരുമ്പോൾ അവരുടെ ഒരു വളരെ നല്ല കത്ത് വന്നു. സഖാവ് കോടിയേരിയും EP ജയരാജനൊക്കെ ഒപ്പിട്ടിട്ട് മാധവൻകുട്ടിക്ക് എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ടും താങ്കൾ കൂടി ആവശ്യപ്പെട്ട പ്രകാരം അത് കേൾക്കണം, കുറച്ച് എനിക്കെതിരായിട്ടുള്ള അപവാദം പറയുന്ന ഉപചാപ സംഘം കേൾക്കണം. ഞാനെന്തോ ഉമ്മൻചാണ്ടിയുടെ ഇതായിരുന്നെന്നോ, അല്ലെങ്കിൽ ഞാനെന്തോ വലിയ അമിതമായ അലങ്കാര പദവിയിലിരുന്നു എന്നോ ഒക്കെ പറയുന്നത് വളരെ നിലവാരം കുറഞ്ഞവരുണ്ട്. ഇത് പെട്ടി പിടിക്കുന്ന ഒരുതരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ അവർ കണ്ടിട്ടില്ല ആത്മാഭിമാനത്തോടു കൂടിയുള്ള പത്രപ്രവർത്തനം. ആ പാർട്ടിയുടെ നേതൃത്വത്തിനും ഇതറിയാം, നിങ്ങൾക്കാണ് അറിയാത്തത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് പറഞ്ഞു. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്യുന്നതിൻ്റെ മുൻപ് ഇറങ്ങിപ്പോകുന്നു. അതിൻ്റെ അകത്ത് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് സർക്കാർ വരുന്നത്, ഇടതുപക്ഷ സർക്കാർ അല്ലേ. അപ്പോഴും പിന്നെ പ്രതിപക്ഷം. അപ്പം ഞാൻ പ്രതിപക്ഷത്തായിരുന്നു. ഞാൻ പ്രതിപക്ഷത്തുള്ളപ്പോഴത്തെ അവസാന സമരമാണ് അവിടെ കുടികെട്ടി സമരം, കടകംപള്ളിയൊക്കെ ഓർമ്മയുണ്ടാവും. അന്ന് അജിത്ത് സെക്രട്ടേറിയറ്റ് വളരെ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളത് എനിക്ക് അഭിമാനം തോന്നിയത്. ഈ എഡിറ്ററുടെ എയർ കണ്ടീഷൻ മുറിയിൽ സഖാക്കൾ അങ്ങേ അറ്റത്തുനിന്ന് സ്വന്തം ആളെപ്പോലെ മാധവൻകുട്ടി സഖാവേ എന്ന് ചോദിച്ച് ഒരു ബ്യൂറോക്രസി ഇല്ല, ഒരു പോളിറ്റ് ബ്യൂറോ ഇല്ല, ഒരു RT സെക്രട്ടറിയെ കാണാനുള്ള അനുവാദവും ഇല്ല, നേരെ വന്ന് മാധവൻകുട്ടിയുടെ അടുത്ത് പരാതി പറയുന്ന അത് ഞാൻ അനുഭവിച്ച അഭിമാനം. പലതിനെയും ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും ജനാധിപത്യ പ്രസ്ഥാനത്തോടും നന്ദി പറയും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.